IPO അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇപ്പോൾ കുറേയധികം കമ്പനികൾ IPO ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം IPO ആയിട്ട് വരുന്നു, മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും ആൾക്കാർ വേഗം വിചാരിക്കും, ഓക്കെ ഞാനതിൽ വേഗം കുറച്ച് ഷെയർസ് എടുക്കാം, കാരണം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എടുത്ത് എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ബെനിഫിറ്റ് IPOയിൽ എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു തുകയ്ക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു ആംഗിൾ നോക്കിയിട്ട് എല്ലാവരും IPO കൺസിഡർ ചെയ്യുന്നതായിട്ട് കാണാം. ഒരിക്കലും IPO ആ ഒരു രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അപ്പോൾ IPO വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ കമ്പനി IPO ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ അവർക്ക് കുറേ അധികം ലയബിലിറ്റീസ് അവർക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവാം. അപ്പോൾ ആ ലയബിലിറ്റീസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ IPO കൊണ്ടുവരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയതായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനോ കാര്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ടിൻ്റെ ഷോർട്ടേജ് അവർക്ക് വരാം. അപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് അവർക്ക് അത് ഉപകാരപ്പെടും. അങ്ങനെ ഒരു ആവശ്യകതയിലേക്ക് വേണ്ടിയിട്ടാവാം ചിലപ്പോൾ അവർ IPO ആയിട്ട് വന്ന് ഫണ്ട് റേസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാറ്റഗറി കാണുന്നത് ചിലപ്പോൾ പ്രൊമോട്ടേഴ്സ്, ഇത്രയും നാളും അതിൽ ഫണ്ട് ചെയ്തിരുന്നതോ അല്ലെങ്കിൽ ചെയ്തിരുന്നതായിട്ടുള്ള മെയിൻ പ്രൊമോട്ടേഴ്സ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് തോന്നുകയാണ്, ഓക്കെ ഇത് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇത്ര ഇതായി, ഇനി ഞങ്ങൾ പതുക്കെ അതിൽ നിന്ന് മാറാം. അപ്പോൾ ആ ഒരു ആംഗിളിൽ ചിലപ്പോൾ പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ IPOയിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ പല പല ആവശ്യകതകൾ കാര്യങ്ങളോ ആയിട്ടായിരിക്കാം IPOയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു കമ്പനി IPO ആയിട്ട് വരുമ്പോൾ അത് എന്ത് കാര്യത്തിനാണ് ഇവർ ഫണ്ട് റേസ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഈ കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണുള്ളത്, ആ കമ്പനിയുടെ ഒരു ഗ്രോത്തിൻ്റെ ചാൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എത്രമാത്രം കിട്ടാം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്, അല്ലെങ്കിൽ ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര നാൾ എനിക്ക് ഇൻവെസ്റ്റഡായിട്ട് ഇരിക്കാൻ സാധിക്കും, അപ്പോൾ എത്രമാത്രം എനിക്കിതിൽ നിന്നൊരു അപ്രിസിയേഷൻ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു IPOയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഷെയർസ് അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുക. താങ്ക് യു.